സാർ നമസ്കാരം. നമസ്കാരം. ഒരു വലിയ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നു. കണ്ണൂരിൽ കഴിഞ്ഞ ഫെബ്രുവരി 25-ാം തീയതി അവര് ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടി വരുമ്പോൾ അവിടെ KSU പ്രവർത്തകര് ഒരു 4-5 KSU വിദ്യാർത്ഥികൾ അവരെ കരിങ്കുടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കരിങ്കുടി കാണിച്ചപ്പോൾ മൂർച്ചയേറിയ ആയുധം കൊണ്ട് അവരുടെ കഴുത്തിന് പരിക്കേൽപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. അന്ന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ ഷംസീർ, സ്പീക്കർ ബഹുമാന്യനായ ഷംസീർ അവിടെ ഉണ്ടായിരുന്നു. ഷംസീറായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് വീണ ജോർജിന് കഴുത്തിന് പരിക്കുണ്ട് എന്ന രീതിയിൽ ഷംസീർ മാധ്യമങ്ങളോട് പറയുന്നു. പിന്നീട് ഷംസീർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, വീണ ജോർജ് മുഖ്യമന്ത്രിയായി ബന്ധപ്പെടുന്നു, കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വീണ ജോർജിനെ മാറ്റുന്നു. മുഖ്യമന്ത്രി ഞൊടിയിടയ്ക്കുള്ളിൽ അവിടെ പാഞ്ഞെത്തുന്നു. അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വീണ ജോർജിനെ മാറ്റുന്നു. KSU പ്രവർത്തകരെ പോലീസ് വധശ്രമത്തിന് കേസെടുക്കുന്നു. നാളുകൾക്ക് ശേഷമാണ് അവരെ വിട്ടയക്കുന്നത്. ഇപ്പോ വീണ ജോർജ് ഈ കേസിൽ മൊഴി കൊടുത്തിരിക്കുന്നു. അതായത് അന്ന് അവിടെ കണ്ണൂരിൽ ഉണ്ടായത് വെറും ഉന്തും തള്ളലും മാത്രമാണ്. ആ ഇടയ്ക്ക് പുറത്തു വന്നത് വീണ ജോർജിനെ അതിക്രൂരമായി വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഏതോ ഒരു ആയുധം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. ഈ ആയുധം കൊണ്ട് അവരുടെ കഴുത്തിന് പരിക്കേൽപ്പിച്ചതിനാണ് അവർക്ക് പരിക്ക് പറ്റിയത് എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സാറിന് പറയാനുള്ളത്? അതായത് വീണ ജോർജിനെ പോലെ ഇത്രയും തട്ടിപ്പുകാരിയായ ഒരാള് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ശൈല ടീച്ചർ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയായിരുന്നു 2016 മുതൽ 2021 വരെ കേരളത്തിലുണ്ടായിരുന്നത്. അവരുടെ അന്നത്തെ മികവ് കൊണ്ടാണ് അന്ന് പിണറായി വിജയന് 2021 വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞത് ഒരു പരിധിവരെ. അല്ലാതെ കിറ്റും പെൻഷനും കൊടുത്ത ആളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ കോവിഡ് കാലത്ത് അവർ ഓടിച്ചാടി നടന്ന് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുകയും അത് വലിയ പബ്ലിസിറ്റി ആകുകയും അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതോടു കൂടിയിട്ടാണ് അവര് വലിയ വോട്ടിന് തന്നെ ജയിച്ചത്. അതായത് മട്ടന്നൂരിൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത്. എന്നാൽ പിണറായി വിജയൻ 50,000 വോട്ടിനെ ജയിച്ചിട്ടുള്ളൂ എന്നുള്ള പേര് എന്നതുകൊണ്ടാണ് അവരെ കട്ട് ചെയ്ത് പിണറായി വിജയനേക്കാൾ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവ് വേണ്ട ഇന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കുഴലൂത്തുകാരി മാത്രമായി, അതായത് ആടിയുലയുന്ന കപ്പലിന്റെ കപ്പിത്താനുള്ളപ്പോൾ ആ കപ്പൽ ഉലയില്ല, തകരില്ല എന്ന് പറഞ്ഞ നമ്മളെ വീണ ജോർജ്. ആ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം ഇങ്ങോട്ട് അവരുടെ ഓരോ നടപടികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കള്ളത്തരവും തട്ടിപ്പും കാപ്പട്യവും അല്ലാതെ യാതൊന്നും തന്നെയില്ല. ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞതാക്കി നശിച്ച് നാരായണത്ത് കല്ലെടുത്തു. എനിക്കെതിരെ എടുത്ത കള്ളക്കേസുകളിൽ അവർ കൊടുത്ത പരാതി തീർത്തും കള്ളമായിരുന്നു. അത് ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ അവര് കാല് പിടിക്കുകയാണ് പ്രോസിക്യൂഷൻ എങ്ങനെയൊന്ന് ഇലക്ഷൻ കഴിയുന്നവരെ മാറ്റി വെക്കണേ എന്നുള്ളത്. കോടതി ചോദിക്കാതെ എന്ത് കേസാണെന്നാണ് ചോദിച്ചത്. അത്രയും കെട്ടിച്ചമച്ച കേസാണ്. പിണറായി വിജയന്റെ സ്വാധീനത്തിൽ അവർ കാട്ടിക്കൂട്ടിയ കേസായിരുന്നു എനിക്കെതിരെ എടുത്ത് 7 ദിവസം ഞാൻ ജയിലിൽ കടന്നത്. അതേപോലെ 34 ദിവസം ഓഫീസിൽ കൊട്ടേഷൻ ടീമിനെ കയറ്റി അവരെ കൊണ്ടെടുപ്പിച്ച കേസ്. അപ്പം വീണ ജോർജ് എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അവർ മന്ത്രിയായി ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂരിൽ നടന്നത്. കണ്ണൂരിൽ എല്ലാ ചാനലുകളും അവിടെ ഉണ്ടായിരിക്കെ, ക്യാമറകളും അവിടെ ഉണ്ടായിരിക്കെ, അതേപോലെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ അവിടെ KSU കുട്ടികൾ അവിടെ വന്ന് കരിങ്കൊടി കാണിക്കുന്നു. അവര് അപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോകണു. പിന്നീട് അവർ കാണുന്നത് അവര് കൊണ്ടുപോയ ശേഷം അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് അലറുന്ന നമ്മുടെ വീണ ജോർജിനെയാണ്. അത് അഭ്യാസം കാണിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഈ KSU വിദ്യാർത്ഥികൾ 4-5 പേരുണ്ടായിരുന്നുള്ളൂ. 4 പേര്. ഇവര് കരിങ്കൊടി കൊണ്ട് വീണ ജോർജിന്റെ അടുത്തേക്ക് വരുന്നില്ല. കാരണം ഒരു 6 അടി 7 അടി മാറി നിന്നാണ് ഈ കുട്ടികൾ കരിങ്കൊടി കാണിക്കുന്നത്. അപ്പോഴേക്കും പോലീസുകാർ അവരെ പൊക്കി കൊണ്ടുപോയി. അതെ, ആ പോലീസുകാർ അവിടുന്ന് കൊണ്ടുപോയി. പിന്നെ കൊണ്ടുപോയ ശേഷമാണ് ഇവര് വലിയ ചാടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാം, ഞാൻ നേരിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭ്യാസം കാണിക്കുന്നു. ഒരു മന്ത്രിക്ക് നിരക്കാത്ത രീതിയിൽ മന്ത്രി കാണിക്കുന്നത് ആ KSU കുട്ടികൾ വിട്ടേക്ക് കുട്ടികൾ പ്രതിഷേധം കാണിച്ച് പോട്ടെ എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ കാണിക്കാതെ അവിടെ നിന്ന് അലറുകയായിരുന്നു. അതിനുശേഷം അവര് എസ്കലേറ്ററിൽ കയറി മരഭാഗത്ത് ചിരിച്ചും കളിതമാശയൊക്കെ പറഞ്ഞ്
പോയി അവസാനം മുന്നിലെത്തിയത് ഷംസീറിന്റെ അടുത്താണ്. അപ്പോഴേ ഈ പിണറായി വിജയൻ ഒരു പ്ലാൻ അവിടെ തയ്യാറാക്കിയിരുന്നു. അതായത് നികേഷ് കുമാർ അവിടുന്ന് പ്ലാൻ തയ്യാറാക്കി കൊടുത്തു. അത് പിണറായി വിജയൻ ഷംസീറിനോട് പറഞ്ഞു, ഇവർക്ക് ആയുധം കൊണ്ട് പരിക്കേറ്റു എന്ന് പറഞ്ഞ ഒരു കഥയുണ്ടാക്കി. അന്നപ്പോയിക്ക് തന്നെ അവരെ ഒരു വീൽ ചെയറിൽ കൊണ്ടുപോകണു. പിന്നെ ആദ്യം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ മാറ്റിയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണു. അവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അവർ പിണറായി വിജയൻ പറന്നെത്തുന്നു. എന്നിട്ട് ഡിക്ലെയർ ചെയ്യുന്നു ഇത് ഭീകരമായ രൂപത്തിലാണ് അവരെ ആക്രമിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ തന്നെ കണ്ണൂരില് CPM പ്രവർത്തകര് കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുന്നു. എന്തെല്ലാം നാടകങ്ങളാണ് കേരളത്തിൽ നടന്നത്. പക്ഷെ ഇതിനിടയിൽ ഈ അവിടെ നടന്നതിന്റെ ഫുൾ വീഡിയോ ആദ്യം പുറത്തുവിടുന്നത് ക്രൈമാണ്. ഇവര് യാതൊരു തരത്തിലും KSUക്കാർ ആക്രമിച്ചത് കള്ളമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് എല്ലാ ചാനലുകളും തിരിയാണ്, എല്ലാ പത്രക്കാരും തിരിയാണ്. എല്ലാവരും അവരുടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഇവരുമായിട്ട് യാതൊരു അടുത്തേക്ക് പോലും കൈരളി ടിവിയുടെ ദൃശ്യങ്ങളിൽ പോലും വീണ ജോർജിന്റെ പരിസരത്തേക്ക് KSU പ്രവർത്തകർ ചെല്ലുന്ന ദൃശ്യങ്ങളില്ല. അപ്പൊ എന്നിട്ട് പോലും അവര് ICUവിൽ കിടന്ന് അഭ്യാസം കാണിച്ച് അവര് കഴുത്തൊടുക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് സീരിയസ് ആണ്, അവിടെ അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആള് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് 4 മണിക്ക് ആരും അറിയാതെ സ്ഥലം വിടുകയാണ്. റോഡ് മാർഗം കാറിന് പോരുന്നു. അതായത് അവര് ഇന്നോവ കാറിൽ പോവുകയാണ്. അതായത് അവര് ഏതിലാ പോകേണ്ടത്? ആംബുലൻസിലല്ലേ പോകേണ്ടത്? അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു എന്നുള്ളൊരു വാർത്തയായിരുന്നു. എയർ ആംബുലൻസിൽ പോവല്ലോ. ഒന്നുമില്ല, അവര് നേരെ എവിടെ പോകുന്നു. പിന്നെ കാണിക്കുന്ന അവര് ഇലക്ഷൻ നിൽക്കുന്ന അവിടെ നാടകം കാണിക്കുന്നു. ഭർത്താവ് പറയുന്നത് ഞാൻ ഇലക്ഷനേ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛാ പോവല്ലേ എന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ വന്നിട്ട് മത്സരിക്കും എന്ന് പറയല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും മത്സരിക്കുന്നു. അപ്പൊ ഈ പച്ചക്കള്ളം പറയുന്ന, നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്ന, പിണറായി വിജയനെ കടത്തി വിട്ടുന്ന കള്ളത്തരങ്ങൾ പറയുന്ന ഒരു വെറും പഴയ ഒരു പത്രപ്രവർത്തകർ പോലും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അവർ വളർന്നു. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് എടുത്തു പറയട്ടെ. അതായത് ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ആരോടും പ്രതിപത്തിയോ വിപ്രതിപത്തിയോ കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വരുന്ന, ആരെയും പ്രീണിപ്പിക്കില്ല, ആരോടും ഒരു കാരണവശാലും കൂടുതൽ വിധേയത്വം കാണിക്കില്ല എന്നൊക്കെ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പൊ പ്രീണനം ഇല്ല, അല്ലെങ്കിൽ വിപ്രതിപത്തി ആരോടും ഇല്ല, ആരോടും പ്രതിപത്തിയില്ല. അങ്ങനെ ജനത്തിന്റെ സ്വത്തിനും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിഷ്പക്ഷമതിയായി നിന്നുകൊണ്ട്, ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഭരണം നടത്താൻ ചുമതലപ്പെടുന്ന ആള് എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ഒരു മന്ത്രി KSU കുട്ടികൾ ആക്രമിച്ചു എന്നുള്ളൊരു കേസ്, അത് വധശ്രമത്തിന് കേസ് എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് സത്യാവസ്ഥ വിളിച്ചു പറയേണ്ട മന്ത്രി ഈ ഫെബ്രുവരി 25-ാം തീയതി കഴിഞ്ഞ സംഭവത്തിന് മെയ് മാസത്തില് അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോടു കൂടി തന്നെ ഇവർ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുന്നു. അപ്പോൾ എത്ര മാസത്തെ ഗ്യാപ്പ് അവിടെ വന്നു? എന്തുകൊണ്ടാണ് ഈ മന്ത്രിക്ക് സത്യം വെളിപ്പെടുത്താൻ പറ്റാതെ പോയത്? ആ കുട്ടികൾ അനുഭവിച്ച മാനസിക വ്യഥ എന്താണ്? അവരെ പോലീസ് വധശ്രമത്തിന് കൊലക്കുറ്റത്തിന് ഉള്ള കേസാണ് അവരെ ചാർജ് ചെയ്തത്. എവിടെ നിന്ന് ആയുധം കണ്ടെത്താൻ ഈ പോലീസുകാർക്ക് പറ്റിയില്ല. ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയാണല്ലോ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി. അപ്പൊ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ച ഗൺമാൻ തന്നെയാണ് വീണ ജോർജിന് എസ്കോട്ട് പോകുന്നതും. ആ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി നിയോഗിച്ച ആഭ്യന്തര വകുപ്പിലെ ഗൺമാനാണ് വീണ ജോർജിനെ കൊല്ലാൻ വേണ്ടി മൂർച്ചയുള്ളതോ മൂർച്ചയില്ലാത്തതായ ആയുധം കൊണ്ട് കഴുത്തിനെ ആക്രമിച്ചത് എന്ന് മൊഴി കൊടുത്തത്. ഇപ്പൊ എല്ലാ കുറ്റവും ഗൺമാന്റെ തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ വീണ ജോർജ്. അല്ല, ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അഭ്യാസമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവർക്ക് സത്യം പറയാതിരുന്നാൽ അവർക്കറിയാം, എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്, എല്ലാം പരസ്യമായി കഴിഞ്ഞു. ഇനിയും സത്യം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കോടതിയിൽ പോയാൽ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം തലകുത്തരം അറിഞ്ഞ് അവര് അന്ന് പറഞ്ഞതെല്ലാം വിഴുങ്ങി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരുന്നവരിത് സത്യം ലോകത്തോട് വെളിപ്പെടുത്താൻ. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പറയുകയായിരുന്നെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് പ്രതികൂലമായി, അല്ലെങ്കിൽ പിണറായി വിരുദ്ധ ഭരണത്തിന് പ്രതികൂലമായി ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10% വോട്ടുകൾ കൂടി ഈ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേനെ. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മൊഴി കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ, പഠിച്ച കള്ളി, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും അധമയായ സ്ത്രീ എന്ന് വേണമെങ്കിൽ ഇവർ പറയാം. കാരണം അവർ ആ 16 ദിവസം ആ കുട്ടികളെ ജയിലിലിട്ട് ആനന്ദം കണ്ടെത്തിയിരുന്നവര്. എന്നിട്ട് അവര് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴെവിടെ ആക്രമണം?
കാരണം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇനി വേറെ പ്രശ്നമില്ലല്ലോ, ഇലക്ഷനെ ബാധിക്കില്ലല്ലോ. അതുവരെയല്ലേ ഇലക്ഷനെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഇത്തരങ്ങൾ അഭ്യാസങ്ങൾ കാണിക്കുക. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും പുഴുക്കുത്തായ നെറികെട്ട ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. വെറും പിണറായി വിജയനെ കൊഴലൂത്ത് നടത്തി അതുവഴി നേടിയെടുത്ത ഒരു സ്ഥാനം മാത്രമാണ് അവർക്ക് ആരോഗ്യമന്ത്രി സ്ഥാനം. അവര് യാതൊരു തരത്തിലും ഒരു യോഗ്യതയുള്ള സ്ത്രീയല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പോലും യോഗ്യതയുള്ള സ്ത്രീയല്ല. ആ ഒരു പത്രപ്രവർത്തനത്തിൽ കാപട്യമാണ് കാണിച്ചിട്ടുള്ളതും കൂടി തെളിയാണ്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. മറ്റൊരു കാര്യം, ആരോഗ്യ വകുപ്പ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മരുന്നും അതേപോലെ മറ്റു സാമഗ്രികളുമാണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ കമ്മീഷൻ കോടികളാണ് ഇവർ തട്ടിയെടുത്തുള്ള. ഭർത്താവും ഭാര്യയും കൂടെ പ്രധാന പണി ഇവിടെ നിന്ന് കമ്മീഷൻ ഉറപ്പിക്കുക, വിദേശത്ത് ബിനാമി ഇടപാടുകൾ വാങ്ങുക എന്നുള്ളതാണ്. അതിൽ പ്രധാന പങ്ക് പിണറായി വിജയന് പോകും, ബാക്കി ഇവർക്കും കിട്ടും, ബാക്കി എല്ലാവർക്കും ഓരി വെച്ച് പോകും. ഇതാണ് അവിടെ നടക്കുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സന്ദർഭോചിതമായിട്ട് എടുത്തു പറയട്ടെ. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ എടുക്കുന്ന കൂട്ടത്തിൽ അന്ന് സാർ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് ഇന്റർവ്യൂ എടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് അവരുടെ കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ കരിങ്കുടി കാണിക്കുകയുണ്ടായി. അപ്പോൾ കരിങ്കുടി കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ അന്ന് പിടിച്ച് കൊണ്ടുപോവുകയുണ്ടായി. EMS വേദിയിൽ നിന്ന് ഇറങ്ങി പ്രസംഗം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പോകാൻ നേരത്ത് പോലീസിനെ വിളിച്ച് ആദ്യം കൊടുത്ത നിർദ്ദേശം ആ കുട്ടികളെ വെറുതെ വിട്ടേക്കണം, അവർക്കെതിരെ കേസൊന്നും ചാർജ് ചെയ്യരുത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞാൻ അദ്ദേഹത്തെ അഭിമുഖം എടുക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് രാഷ്ട്രീയമായ സദാചാര മര്യാദകൾ എങ്ങനെയാണ് ഈ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ആളുകളോട് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ മനോഭാവമാണ് കാണിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അന്ന് EMS കരിങ്കുടി കാണിച്ച തിരുവഞ്ചൂർ അടക്കമുള്ള വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തത്. ഇവിടെ വീണ ജോർജ് ആ കുട്ടികള് വധശ്രമത്തിന് കേസെടുത്തു എന്നറിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞാണ് അത് പോലീസിന് മുന്നിൽ ഒന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ആ രാഷ്ട്രീയപരമായ ആ സദാചാര വിശുദ്ധി എന്താണെന്ന് എന്നുള്ളത് പഠിക്കാനൊരു അവസരം കൂടിയാണ്. അത് EMS എന്ന് പറയുന്നത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ, കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ പാർട്ടിക്ക് നൽകി അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരാൾ. ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും മാത്രമുള്ള കൗഴലൂത്ത് നടത്തി മാത്രം പിണറായി വിജയനെ സുഖിപ്പിച്ച് അങ്ങനെ വാനോളം പുകഴ്ത്തി ഉണ്ടാക്കിയ ഒരു സീറ്റ് കിട്ടി. പിന്നെ പിണറായി വിജയന്റെ ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടാവുന്ന കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളെ വേണം. ജോലി നിയമനത്തിലും അനധികൃതമായി ജോലി നിയമനത്തിലും മരുന്ന് വാങ്ങുന്നതിലും മറ്റു എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിലും കൃത്യമായി കമ്മീഷൻ അടിച്ചു മാറ്റണം. അതിൽ ബിൽഡിംഗ് പണിയുന്നതിൽ കമ്മീഷൻ അടിച്ചു മാറ്റണം. അതിനുവേണ്ടി ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നല്ലാതെ ഇവരെ ഒരു ആരോഗ്യമന്ത്രിയാവാൻ വലിയ യോഗ്യതയുള്ള ആളാണോ? അതിന്റെ പേരിൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കാണിക്കുന്ന ഹുങ്കാണ് അവർ കാണിക്കുന്നത്. പിണറായി വിജയൻ ഉണ്ടെന്ന് കരുതിയ പോലീസ് വകുപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് തമാടത്തിലും കാണിക്കാന്നുള്ളതായിരുന്നു അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് ജനങ്ങളും ചാനലുകാരും പത്രക്കാരും എല്ലാവരും കൂടിയിട്ട് അവരെ ശരിക്കും ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ സ്ത്രീ വെറും തട്ടിപ്പുകാരിയാണ്, കാപട്ടിക്കാരിയാണ്. ഇവര് രാഷ്ട്രീയത്തിന് 1% പോലും യോജിച്ചതല്ല. കാരണം അങ്ങനെ കിട്ടിയ അഹങ്കാരം കൊണ്ടാണ് ഇവര് അല്പത്തരം കാണിക്കുന്നത്. ഇങ്ങനെ വന്ന കുട്ടികൾ പ്രതിഷേധം കാണിച്ചപ്പോൾ അവരോട് അഹങ്കാരം കാണിക്കുകയോ അവരെ പിടിച്ച് ജയിലിലടയ്ക്കുകയും കള്ള വകുപ്പുകൾ ചേർക്കുകയും ആയുധം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞത് അവരുടെ ആ പിണറായി വിജയനോടുള്ള ബന്ധം കൊണ്ടാണ്. പിണറായി വിജയൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട് വെച്ചിട്ട് അവർക്ക് എന്ത് തെമ്മാടത്തിനും അവർക്കെതിരെ ആരെങ്കിലും ഒരു കൊടി കാണിച്ചാൽ അവരെ ഇത്തരത്തിലൊക്കെ കാട്ടിക്കൂട്ടാൻ എനിക്ക് കഴിയും എന്നുള്ള അഹങ്കാരം കാണിക്കുന്നത്. രാഷ്ട്രീയ സദാചാരതയോ ജീവിതത്തിന് സദാചാര മൂല്യങ്ങളോ ഇല്ലാത്ത ഇത്തരം ആളുകൾ രാഷ്ട്രീയത്തിൽ വരുന്നതാണ് രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേട് എന്നുള്ളതാണ് സത്യം. ഒട്ടും സത്യസന്ധതയില്ലാത്ത ഒരു പൊതുപ്രവർത്തക, ഒട്ടും സത്യസന്ധതയില്ലാത്ത ഒരു മന്ത്രി എന്ന രീതിയിൽ പിന്നീട് പിൽക്കാലത്ത് കാലം വീണ ജോർജിനെ വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്തോ എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.